നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണമനുസരിച്ച് ചൈനയിലെത്തിയ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് വൻ സ്വീകരണം. രാജാവിനെ ചൈനീസ് വിദ്യാഭ്യാസ മന്ത്രി ഹുവായ് ജിൻപിങ് സ്വീകരിച്ചു. ചൈനയിലെ ബഹ്റൈൻ അംബാസിഡർ ഡോക്ടർ മുഹമ്മദ് ഗസാൻ അദ്നാൻ, ബഹ്റൈനിലെ ചൈനീസ് അംബാസിഡർ നീ രുചി, ഹോങ്കോങ്ങിലെ ബഹ്റൈൻ കൗൺസിൽ ഓസ്കാർ ചൗ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. 35 വർഷമായി ചൈനയുമായി തുടരുന്ന നയതന്ത്ര ബന്ധത്തിന് പുതിയ മാനങ്ങൾ നൽകാൻ ഹമദ് രാജാവിന്റെ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. ബഹ്റൈനും ചൈനയ്ക്കും ഇടയിലുള്ള വ്യാപാര, സാമ്പത്തിക, നിക്ഷേപ സഹകരണം ശക്തമാക്കുന്നതിനും സന്ദർശനം വഴിത്തിരിവാകും. വിവിധ നേതാക്കളുമായി ഉന്നതതല യോഗങ്ങളും ചർച്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിലിന്റെ ഒളിമ്പിക് കമ്മിറ്റി മേധാവികളുടെ കൗൺസിലിന്റെ 36ാമത് യോഗത്തിൽ ബഹ്റൈൻ പങ്കെടുത്തു. സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സിന്റെ പ്രഥമ ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലാണ് ബഹ്റൈനിൽ നിന്നുള്ള സംഘം പങ്കെടുത്തത്. ഖത്തർ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റും കൗൺസിലിന്റെ നിലവിലെ സെഷൻ ചെയർമാനുമായ ഷെയ്ഖ് ജവാൻ ബിൻ ഹമദ് അൽ താനിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. 2024 അംഗരാജ്യങ്ങളിൽ ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന ഒളിമ്പിക് കമ്മിറ്റി ഇവന്റുകളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈൻ OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ൽ പരം രക്തദാതാക്കൾ പങ്കെടുത്ത ക്യാമ്പ് ബഹ്റൈൻ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. OICC കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജാലിസ് KK, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പനായിയും ക്യാമ്പ് കൺവീനർ വാജിദ് M നേതൃത്വം നൽകിയ ക്യാമ്പിൽ OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ദേശീയ ഭാരവാഹികൾ IYC ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ കുന്നംകുളത്തിൽ, വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് സൂര്യ റിജിത്ത്, വിവിധ ജില്ലാ കമ്മിറ്റി നേതാക്കൾ, ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ രക്തദാന ക്യാമ്പ് നിയന്ത്രിച്ചു. രക്തദാന ക്യാമ്പിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച കിങ് ഹമദ് ഹോസ്പിറ്റൽ ജീവനക്കാരെ ജില്ലാ പ്രസിഡന്റ് ജാലിസ് KK, കൺവീനർ വാജിദ് M എന്നിവർ മൊമെന്റോ നൽകി ആദരിച്ചു. ഇന്ത്യൻ സ്കൂൾ ജൂനിയർ വിംഗ് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പുതിയ സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നിറപ്പകിട്ടാർന്ന പരിപാടികളോടെ നടന്നു. ഹെഡ് ബോയ് ജെഫ് ജോർജ്, ഹെഡ് ഗേൾ നൂറ റഹ്മത്ത് അലി, അസിസ്റ്റന്റ് ഹെഡ് ബോയ് ലക്ഷിത് ശ്രീനിവാസ്, അസിസ്റ്റന്റ് ഹെഡ് ഗേൾ ജോവാൻ സിജോ, ഇക്കോ അംബാസിഡർ സാൻവികാസ് രാജേഷ് എന്നിവർ ഉൾപ്പെടെ 27-അംഗ പ്രീഫെക്സ് കൗൺസിലാണ് സ്ഥാനമേറ്റത്. അക്കാദമിക ചുമതല വഹിക്കുന്ന സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ, ഭരണസമിതി അംഗം മുഹമ്മദ് നയാസ് ഉല്ല, പ്രിൻസിപ്പൽ പമേല സേവ്യർ, വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി, പ്രധാന അധ്യാപകർ, കോഓർഡിനേറ്റർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. രഞ്ജിനി മോഹനും മുഹമ്മദ് നയാസ് ഉല്ലയും ചേർന്ന് പ്രീഫെക്ട് കൗൺസിൽ അംഗങ്ങളെ ബാഡ്ജ് അണിയിച്ചു. തുടർന്ന് പ്രിൻസിപ്പൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അർപ്പണബോധത്തോടെയും കാര്യക്ഷമതയോടെയും നിർവഹിക്കുമെന്ന് കൗൺസിൽ അംഗങ്ങൾ ഔപചാരികമായി പ്രതിജ്ഞയെടുത്തു. നേരത്തെ പ്രിൻസിപ്പൽ പമേല സേവ്യർ സ്വാഗതം പറഞ്ഞു. ദേശീയ ഗാനത്തിന് ശേഷം വിശുദ്ധ ഖുറാനിൽ നിന്നുള്ള പാരായണവും ഗ്രേഡ് 3 വിദ്യാർത്ഥികളുടെ സ്കൂൾ ഗാന ആലാപനവും നടന്നതോടെ പരിപാടി ആരംഭിച്ചു. പുതുതായി നിയമിതനായ ഇക്കോ അംബാസിഡർ മാലിന്യ സംസ്കരണ പരിപാടികൾ സ്ഥാപിക്കുന്നതിനും നടപ്പിലാക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സഹപാഠികളെ ബോധവൽക്കരിച്ചു. 3ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതാരകരായിരുന്നു. ഹെഡ് ബോയ്, ഹെഡ് ഗേൾ എന്നിവർ നന്ദി രേഖപ്പെടുത്തി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ എന്നിവർ സ്റ്റുഡന്റ് കൗൺസിൽ അംഗങ്ങളെ അനുമോദിച്ചു. ബഹ്റൈൻ പ്രതിഭയുടെ പാലറ്റ് സീസൺ 4 ആദ്യഘട്ട പരിപാടിയായ 3 ദിവസം നീണ്ടുനിന്ന ചിത്രരചന ക്യാമ്പ് സീഷൽ ഹോട്ടൽ ഹാളിൽ സംഘടിപ്പിച്ചു. കേരള ലളിതകലാ അക്കാദമി ചെയർമാനും പ്രശസ്ത ചിത്രകാരനുമായ മുരളി ചീരോത്ത് നയിച്ച ക്യാമ്പിൽ ഓരോ ദിവസവും വയസ്സിനനുസരിച്ച് തരംതിരിച്ച 2 സെഷനുകളായിട്ടാണ് ക്യാമ്പ് നടന്നത്. നേരത്തെ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നയിച്ച ക്യാമ്പ് പങ്കാളിത്തം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും വലിയ അനുഭവമായെന്ന് പങ്കെടുത്ത കുട്ടികളും സംഘാടകരും അഭിപ്രായപ്പെട്ടു. പാലറ്റ് സീസൺ 4ലെ മറ്റ് പ്രധാന പരിപാടികൾ മെയ് 31 വെള്ളിയാഴ്ച രാവിലെ 8:30 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 5-നും 16-നും ഇടയിൽ പ്രായമുള്ള 1000-ഓളം വിദ്യാർത്ഥികൾ അദാരി പാർക്കിൽ പ്രത്യേകം തയ്യാർ ചെയ്ത ഹാളിൽ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കും. പ്രതിഭ പാലറ്റ് സീസൺ 4 ഭാഗമായി
മത്സര ഹാളിനോട് ചേർന്ന് പ്രദർശിപ്പിക്കുന്ന ബഹ്റൈനിലെ പ്രശസ്തരായ 40ഓളം ചിത്രകാരന്മാരുടെ വിവിധങ്ങളായ ചിത്രങ്ങളുടെ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം മത്സരദിനം രാവിലെ 10 മണിക്ക് BKS ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ നിർവഹിക്കും. തുടർന്ന് 5 മണിക്ക് ഒരുമ എന്ന വിഷയത്തെ അധികരിച്ച് തത്സമയ സാമൂഹ്യ ചിത്രരചനയും നടക്കുന്നതായിരിക്കും. ബഹ്റൈന്റെ നാനാതുറകളിൽപ്പെട്ട കലാകാരന്മാരും കലാകാരികളുമായിരിക്കും 100 മീറ്റർ നീളത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്ത ക്യാൻവാസിൽ സമൂഹ ചിത്രരചനയിൽ പങ്കെടുക്കുന്നത്. കളർ ഓഫ് ദ ഈസ്റ്റ് സ്ഥാപകനും ബഹ്റൈനിലെ അറിയപ്പെടുന്ന ആർക്കിടെക്റ്റും ചിത്രകാരനുമായ മഹദി അൽ ജലാവി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന കലാപരിപാടികളോടുകൂടി ഗ്രാൻഡ് ഫിനാലെയിൽ ബഹ്റൈൻ പാർലമെന്റ് സദേൺ ഗവർണറേറ്റ് അംഗം ഡോക്ടർ മറിയം അൽദാൻ മുഖ്യാതിഥി ആയിരിക്കും. മുഴുവൻ കലാസ്നേഹികളെയും പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നതായി പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ, പ്രസിഡന്റ് ബിനു മണ്ണിൽ, പാലറ്റ് സീസൺ 4 ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോയ് വെട്ടിയാടൻ എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ തീർത്ഥാടകരെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനായി സൗദി അറേബ്യ റെയിൽവേ ഹൈസ്പീഡ് ട്രെയിനിന്റെ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഈ വർഷം റെക്കോർഡ് തീർത്ഥാടക യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ഇതിന്റെ ഭാഗമായി ഹജ്ജ് വേളയിൽ മാത്രം ഹറമൈൻ ട്രെയിൻ 3800 സർവീസുകൾ നടത്തും. ഇതുവഴി 16 ലക്ഷം പേർക്ക് ഹറമൈൻ അതിവേഗ ട്രെയിൻ യാത്ര ചെയ്യാൻ ആകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. IIT ഡൽഹിയുടെ അബുദാബി ക്യാമ്പസിലേക്ക് പ്രവേശന നടപടികൾ തുടങ്ങി. ബിടെക് എനർജി എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. കമ്പൈൻഡ് അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ് 2024, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ 2024 എന്നിങ്ങനെ 2 രീതികളിലാണ് പ്രവേശനം. ജൂൺ 3 വരെ 2024-25 അക്കാദമിക വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ നടത്താം. ഓരോ വിഭാഗത്തിലും 30 സീറ്റുകൾ വീതം 60 സീറ്റുകളിലേക്കാണ് പ്രവേശനം ക്ഷണിച്ചിരിക്കുന്നത്. ആദ്യ ബാച്ചിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ പ്രവേശനം നൽകും. അപേക്ഷകൾ സമർപ്പിക്കാനും മറ്റ് മാനദണ്ഡങ്ങൾ അറിയാനും abudabi.iitd.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് പ്രധാന വാർത്തകൾ കാണാം. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness.
വാർത്തകൾ തുടരുന്നു. ഇന്ത്യയിലെ ആദ്യ സെമി ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ സ്റ്റാർട്ടപ്പ് അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച അഗ്നിബാൺ ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത്. നിയന്ത്രിത പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇന്ന് പുലർച്ചെ നടത്തിയത്. പര്യവേഷണ രംഗത്തെ മികച്ച നേട്ടമാണ് അഗ്നിബാൺ എന്ന് ISRO പ്രതികരിച്ചു. 3 തവണ മാറ്റിവെച്ച വിക്ഷേപണമാണ് ഇന്ന് വിജയകരമായി പൂർത്തീകരിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ അഗ്നികുൽ കോസ്മോസിന്റെ വിക്ഷേപണത്തറയിൽ നിന്നായിരുന്നു അഗ്നിബാൺ കുതിച്ചുയർന്നത്. എല്ലാ ഘട്ടങ്ങളും കൃത്യമായി പൂർത്തിയാക്കിയതോടെ ഇന്ത്യ ബഹിരാകാശ രംഗത്ത് മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടു. ധ്യാനമിരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി. നിശ്ചയിച്ചതിനേക്കാൾ 1 മണിക്കൂർ വൈകിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ വിമാനമിറങ്ങിയത്. 3 ദിവസം പ്രധാനമന്ത്രി കന്യാകുമാരിയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് 2 മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചാരണ റാലികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തുന്നത്. ഇവിടെ ദീർഘനേരം അദ്ദേഹം ധ്യാനമിരിക്കുമെന്നാണ് വിവരം. പൊതു തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ജൂൺ 1 7ാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. ഇന്നത്തോടെ പരസ്യ പ്രചാരണം അവസാനിച്ചിരുന്നു. ഈ അവസരത്തിലാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. കൊടും ചൂടിൽ ചുട്ടുപൊള്ളി ഉത്തരേന്ത്യ. ഡൽഹിയിൽ സൂര്യാഘാതമേറ്റ് ബീഹാർ സ്വദേശി മരിച്ചു. 2 ദിവസം കൂടി ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹി റെഡ് അലർട്ടിൽ തുടരുന്നു. ബീഹാർ ദർഭംഗ സ്വദേശിയായ 30-കാരനാണ് ഡൽഹിയിൽ സൂര്യാഘാതമേറ്റ് മരിച്ചത്. RML ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. അതിനിടെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ 52.3 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ കുറവ് ഉണ്ടാകാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഡാറ്റയും സെൻസറുകളും പരിശോധിച്ചു വരികയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. KSRTC വിദ്യാർത്ഥി കൺസെഷന് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം. ഈ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷന് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കിയതായി KSRTC അറിയിച്ചു. KSRTC യൂണിറ്റുകളിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള തിരക്കും കാലതാമസവും ഒഴിവാക്കുന്നതിലേക്കാണ് രജിസ്ട്രേഷൻ KSRTC ഓൺലൈനിലേക്ക് മാറ്റുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. കണ്ണൂർ ജില്ല വരെ കാലവർഷം എത്തിയതായാണ് പ്രഖ്യാപനം. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ വ്യാപകമായി മഴ തുടരുമെന്ന് മുന്നറിയിപ്പുമുണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ് കേരളത്തിൽ എത്തിച്ചേർന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. വ്യാപകമായി ഇടിമിന്നലും കാറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ ഇടപെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 8 ആഴ്ചയ്ക്കകം നടപടി സ്വീകരിക്കാൻ കൊച്ചി കോർപ്പറേഷനോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. കൊച്ചിയിലെ വിവരാവകാശ പ്രവർത്തകൻ K. ഗോവിന്ദൻ നമ്പൂതിരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം. അതേസമയം കൊച്ചിയിൽ ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാത്രി മഴ മാറി നിന്നതിനാൽ വെള്ളക്കെട്ടുകൾ ഒഴിവായി. ശരാശരി 200 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എറണാകുളത്ത് ലഭിച്ചത്. ഓടകൾ വൃത്തിയാക്കാത്തതിനാൽ വെള്ളം ഒഴുകിപ്പോകുന്നതിന് പ്രതിസന്ധി നേരിടുന്നുണ്ട്. കളമശ്ശേരി, തൃക്കാക്കര, കൊച്ചിൻ കോർപ്പറേഷനുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ജില്ലയിൽ ഇതുവരെ 3 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അതേസമയം കൊച്ചിൻ കോർപ്പറേഷൻ P&T കോളനികൾ നിവാസികൾക്ക് നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റിൽ ചോർച്ച വന്നതിന് കൊച്ചിൻ കോർപ്പറേഷൻ മറുപടി പറയണമെന്ന് ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടു. നോർവേ ചെസ്സിൽ ലോക 1ാം നമ്പർ മാഗ്നസ് കാൾസിനെ ഞെട്ടിച്ച് ഇന്ത്യയുടെ R. പ്രജ്ഞാനന്ദ 3ാം റൗണ്ടിൽ കാൾസിനെ തോൽപ്പിച്ചു. ക്ലാസിക്കൽ ഫോർമാറ്റിൽ ആദ്യമായാണ് കാൾസിനെ പ്രജ്ഞാനന്ദ തോൽപ്പിക്കുന്നത്. 3ാം റൗണ്ടിൽ വെള്ളക്കരുക്കളുമായാണ് 18-കാരനായ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററുടെ ജയം. ജയത്തോടെ പ്രജ്ഞാനന്ദ 5.5 പോയിന്റുമായി 1ാം സ്ഥാനത്തേക്കും ഉയർന്നു. തോൽവി നേരിട്ട കാൾസൺ 5ാം സ്ഥാനത്തേക്ക് വീണു. നേരത്തെ റാപ്പിഡ് ഫോർമാറ്റുകളിൽ കാൾസനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ക്ലാസിക്കൽ ചെസ്സിൽ ആദ്യമായാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.